തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു വന്ന കേസിലെ 2ാം പ്രതിയായ അമ്മ ശ്രീധുവിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നേരത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായപ്പോൾ ശ്രീധുവിനെ ജയിലിന് പുറത്തിറങ്ങാൻ സഹായിച്ചത് മാഫിയ സംഘമെന്ന് പോലീസ് കണ്ടെത്തി. സെക്സ് റാക്കറ്റുമായി ബന്ധമുള്ളവരടക്കമാണ് ശ്രീധുവിനെ അന്ന് സഹായിച്ചത്. ഇത്തരക്കാരുടെ ഇടപെടൽ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. രണ്ട് വയസ്സുകാരി ദേവേന്ദുവിനെ അമ്മാവൻ ഹരികുമാർ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതായാണ് കേസ്. ഈ കേസിൽ 2ാം പ്രതിയായ അമ്മ ശ്രീധുവിനെ മുമ്പ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സഹായിച്ചത് മാഫിയ സംഘമെന്നാണ് പോലീസ് കണ്ടെത്തൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ ശ്രീധുവിനെ കാലാവധി കഴിഞ്ഞിട്ടും ജാമ്യത്തിലിറക്കാൻ ബന്ധുക്കളും അടുപ്പമുള്ളവരും എത്തിയിരുന്നില്ല. 7 മാസത്തിലധികം ജയിലിൽ കഴിഞ്ഞ ശ്രീധുവിനെ പുറത്തിറക്കിയത് ലഹരിമരുന്ന് കടത്തും മോഷണവും സെക്സ് റാക്കറ്റ് നടത്തുന്ന സംഘമാണെന്ന് പോലീസ് കണ്ടെത്തി. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണക്കേസിൽ അറസ്റ്റിലായ ഇളയരാജ എന്നറിയപ്പെടുന്ന തമിഴ്നാട് സ്വദേശിയും ഇയാളുടെ ഭാര്യയും ചേർന്നാണ് ശ്രീധുവിനെ ജാമ്യത്തിലിറക്കിയത്. പിന്നീട് ശ്രീധുവിനെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ എത്തിച്ചു. മോഷണമടക്കം നടത്തിയിരുന്ന വൻ മാഫിയയുടെ കസ്റ്റഡിയിലായിരുന്നു ശ്രീധു എന്നാണ് വിവരം. ശ്രീധുവിനെ ഉപയോഗിച്ച തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചിലരുമായി ബന്ധപ്പെട്ടതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മകളെ കൊന്ന കേസിൽ അടുത്തിടെ ബാലരാമപുരം പോലീസ് ശ്രീധുവിനെ പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനിടെ ഇവരെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് പ്രചരിപ്പിച്ചതായും പോലീസ് പറയുന്നു. ശ്രീധുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തെങ്കിലും മകളെ കൊന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. സഹോദരനുമായി ഇവർക്കുള്ള വഴിവിട്ട ബന്ധവും കൊലയ്ക്ക് കാരണമായെന്ന നിഗമനത്തിലാണ് പോലീസ്. കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ചുണ്ടായ ആശയക്കുഴപ്പം ദൂരീകരിക്കാനും പോലീസ് ശ്രമങ്ങൾ നടത്തി വരികയാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര.